ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല ഹെവി വർക്കിൽ വരുന്ന ഹാൻഡ് വർക്കിൽ വരുന്ന മോഡലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മോഡലാണ്. നമ്മൾ ഇതുപോലൊരു മോഡൽ ഫുൾ സെറ്റിൽ, അതായത് സ്ലിറ്റഡ് കുർത്തിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു വർക്ക് സെയിം പോലെ ഉണ്ടെന്നുള്ളൂ. ഇത് നല്ല വ്യത്യാസമായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നമുക്ക് നല്ല ഗൗണായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. നല്ല 4 ഷെയ്ഡ്സിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വർക്കും പിന്നെ റെഡിമെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഷോളിലും നല്ലൊരു ലേസ് ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മുടെ വീഡിയോസ് എന്നും ഉണ്ടാവുക. അപ്പം ഇനി ഇതൊക്കെ ആയിട്ടൊന്ന് സെറ്റായിട്ട് വരണം. പിന്നെ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഷോപ്പിലായിരുന്നു. ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമാണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഇങ്ങനത്തെ ഓൺ പ്രൊഡക്ഷനാണ് കൂടുതൽ ഇഷ്ടം. അതും കൂടാതെ നമുക്ക് ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു കുഴപ്പമായിരുന്നു. അപ്പം അത് മാറ്റിക്കൊണ്ടിപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരുപാട് സ്റ്റാഫ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല മോഡൽസ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ട് ഷോപ്പുകളിലേക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് 1399 രൂപയിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത്. ഔട്ട് ഓഫ് കേരള നമ്മളിപ്പോൾ ഷിപ്പിംഗ് ചാർജ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല റേറ്റാണ് വരുന്നത്. ചിലപ്പോൾ 200 അത്രയൊക്കെ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഔട്ട് ഓഫ് കേരള ആയാലും നല്ല ഓർഡർ ഉള്ളത് കൊണ്ട് ആ ഒരു ഏവറേജ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്നത്. കാരണം നല്ല ചാർജാണ് ചില സ്ഥലങ്ങളിലേക്ക് DTDC ഒക്കെ ആകുമ്പോഴും. പോസ്റ്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പോസ്റ്റിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, നല്ല ചാർജ് വരുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളതാണ്. സ്ലീവിലും നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട്, നല്ല സ്റ്റാൻഡേർഡായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മോഡൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജാക്കറ്റ് മോഡലാണ്. നമുക്ക് ഇതേപോലെ ഇത് സെപ്പറേറ്റ് ആണ്. ഉള്ളിൽ നല്ല ഷേപ്പിൽ നല്ലൊരു ലൈൻ ഇന്നർ വന്നിട്ട് മേലെ ഈ ഒരു ജാക്കറ്റാണ്. ജാക്കറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഡോറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലൂസിലോ ടൈറ്റിലോ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് മീഡിയം മുതൽ നമുക്ക് 5XL വരെയും വരുന്നുണ്ട്. 5XL 3XL to 5XL നമുക്ക് എക്സ്ട്രാ ചാർജാണ്. ബാക്കി എല്ലാത്തിനും ഒരേ ചാർജാണ്. 1399 രൂപയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഞാൻ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കി ഇതേപോലെ നല്ല ഒരു 53 ലെങ്ത്തിലൊക്കെ വരുന്ന ഒരു ഗൗണാണ് ഇത് വന്നിട്ടുള്ളത്. എല്ലാം സെയിം ആണ്. നമ്മൾ ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഇതിൽ ഫുൾ വ്യൂ കിട്ടില്ല. അതാ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. ഇന്നറും നല്ല ലെങ്ത്ത്, ലൈനിങ്ങിലൊന്നും ഒരു കുറവില്ല. ഇന്നർ വന്നിട്ട് അതിൻ്റെ ജാക്കറ്റ് വരുമ്പോൾ ഇതേപോലെ ഒരു ജാക്കറ്റാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഡോറി വരുന്നുണ്ട്. സ്ലീവിൻ്റെ ലൈനിങ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ആൻറ്റി കട്ട് ബീഡ് വെച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇതിൻ്റെ ഷോളിൽ നമുക്ക് അതായത് വിട്ട് വരുന്ന ഭാഗത്ത്, ലെങ്ത് അല്ല വിട്ട് വരുന്ന ഭാഗത്ത് നമ്മളൊരു ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലേസ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഈ ഒരു നമ്മളിത് മുമ്പ് ഈ ഒരു ലേസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫസ്റ്റ് ടൈമൊക്കെ നമ്മളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം അന്ന് വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ ലേസ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റ് റോസ് കളറിൽ പേസ്റ്റൽ വരുന്ന റോസ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ജാക്കറ്റ് വന്നിട്ട് നമുക്ക് ഏത് ബോഡി ഷേപ്പ് ഉള്ളവർക്കും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ തന്നെ കുറച്ച് സർജറിക്ക് ശേഷം തടി വെച്ചേക്കാണ്. പക്ഷെ എനിക്ക് ഇതിട്ടപ്പോൾ നല്ല കംഫർട്ട് തോന്നി. നല്ലൊരു നമുക്ക് എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് സ്ലിം ലുക്ക് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇതിട്ടപ്പോൾ എനിക്ക് കുറച്ച് സ്ലിമ്മായിട്ട് നല്ല ഷേപ്പായിട്ടുള്ള പോലെ തോന്നി. നമ്മുടെ കട്ടിങ്ങും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതാ റോസ് ഷെയ്ഡിൽ ഷോളിലും ആ ഒരു ലേസ് വന്നപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസം വരുന്നുണ്ട്. പിന്നെ ഇതിലിനി 4 ഷെയ്ഡാണ്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ്.
ശരിക്കും ഇത് വർക്ക് ഭയങ്കര രസമാണ് കാണാൻ, നേരിട്ട് കാണാനാണ് ശരിക്കും ഇത് ഭംഗി കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടും വർക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കണ വർക്കാണ്. നല്ല കട്ട് ബീഡാണ് നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് ചേഞ്ചിങ് ആയതുകൊണ്ട് എന്താ അത്ര എനിക്ക് തോന്നുന്നത് അത്രയും ഭംഗി അറിയണില്ല. ശരിക്കും നേരിട്ട് നല്ല ഭംഗി, നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ. നമ്മളിതിൽ ബ്ലൂമിങ് ജോർജറ്റാണ് എല്ലാ മെറ്റീരിയലും എടുക്കുന്നത്. അപ്പോൾ ഈ 4 ഷെയ്ഡ്സാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ജാക്കറ്റാണ്, ജാക്കറ്റ് മോഡലാണ്. അടിപൊളി ഒരു ഷോള് വരുന്നുണ്ട്. അത്യാവശ്യം ജാക്കറ്റിലും സ്ലീവിലൊക്കെ വർക്ക് വരുന്നത് കൊണ്ട് ഷോളിൽ വേറെ വർക്കില്ല. പിന്നെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല അടിപൊളി ഗൗണായിട്ട് നമുക്ക് ഫങ്ഷൻസിന് നമുക്ക് ഇങ്ങനെ ഡ്രസ് കോഡൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് പേര് ഡ്രസ് കോഡിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോട്ടോസ് കിട്ടുന്നത് നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാ നോക്കി കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഡ്രസ് കോഡൊക്കെ ചെയ്തിട്ട് ഫങ്ഷൻസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പാറ്റേണും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയൽ, സൈസസ്, പിന്നെ കളേഴ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. ഇപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ വരുന്നുണ്ട്, ബ്ലാക്ക്, പിന്നെ പേസ്റ്റൽ പിങ്ക്, നല്ല ലൈറ്റ് പിങ്ക് വരുന്നുണ്ട്, പിന്നെ മെറൂൺ, നല്ല മെറൂണാണ് വരുന്നത്. അങ്ങനെ 4 ഷെയ്ഡ്സാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോഡൽസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഓൾറെഡി റേറ്റ് കുറവാണ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റേറ്റ് ഒന്നും കൂടെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ സെറ്റ് ടു സെറ്റ് എടുക്കണം. അതായത് മീഡിയം ടു XXL. പിന്നെ നിങ്ങൾക്ക് പ്ലസ് സൈസ് വേണമെങ്കിൽ 3XL to 5XL അങ്ങനെ സെറ്റ് ടു സെറ്റാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ ഒരു എന്താ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ. അതല്ലാതെ നിങ്ങൾ ഒരു പീസ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റില്ല. ചിലവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഹോൾസെയിലിൽ വാങ്ങിക്കാം, ഷോപ്പിനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ റീസെല്ലിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഷോപ്പിൻ്റെ അഡ്രസ്സ് പിന്നെ കാര്യങ്ങളൊക്കെ തന്നാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും ഈ പ്രൊഡക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് www.larosa.com എന്ന് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക. ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് 3 ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ലോഗിൻ ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ID, അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം. ആ പാസ്വേഡൊക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക. നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കണം. ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും.
രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ 3 കളേഴ്സ്, ഇപ്പോൾ 4 കളേഴ്സൊക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും. സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ 4 ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല. സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ്, കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കാണാം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം. ഇപ്പോൾ ബില്ലിംഗ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാവണമെന്നില്ല കേട്ടോ. കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ. ഇതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജില്ല കൊടുക്കണം, അതുപോലെ തന്നെ പിൻകോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ. ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ അഡ്രസ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മളെത്തും. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല. മുന്നേ പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക. ഇതിൽ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും.